ഞാനൊരു സഹായത്തിന് വന്നതാ. എനിക്ക് അടുത്ത മാസം ഒരു ബൈപ്പാസ് ഓപ്പറേഷൻ ഉണ്ട്. വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാ, എന്തെങ്കിലും സഹായിക്കണം. വയ്യാത്ത ആളാണോ? എന്നാ പിന്നെ അധികം നേരം നിൽക്കണ്ട, വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ ചേട്ടാ. ചേട്ടൻ്റെ ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറിയിൽ കൺജഷൻ ഉണ്ടല്ലേ? ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സ്റ്റെന്റ് വല്ലതും ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇല്ല 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 ഇല്ല. ഇപ്പൊ എന്താ ചേട്ടാ ബുദ്ധിമുട്ട്? സാർ ഡോക്ടറാണോ? സദേൺ ക്രോസ് റിയൽ ഇത് ബി. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലം ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പപ്പയും മമ്മിയും വന്നാലേ കാശ് കിട്ടൂ. എന്നിട്ടാണോ ഇത്രയും ക്രോസസ് തരം നടത്തിയ? അല്ലേടാ, കാശില്ലെന്നേ ഉള്ളൂ. ചായപ്പിലെ റബ്ബർ ഷീറ്റ് ഇരിപ്പുണ്ട്, ഞാൻ വേണേ അത്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ചേട്ടാ മോതിരം ഇരിപ്പുണ്ട് അമ്മയുടെ. ചേട്ടാ അത് മതിയോ? കണ്ടാലെന്തൊരു മാന്യനാ. വട്ടാണെന്ന് ആരെങ്കിലും പറയൂ. എന്നാടാ വട്ടം എന്നൊക്കെ പറഞ്ഞു പോകുന്നേ? വട്ടോ? വട്ടല്ല മച്ചി, ഹാർട്ട് ഓപ്പറേഷൻ. അയക്കതാ. എടാ എബിയേ, ഈ പാതിരാത്രിക്ക് നിനക്ക് എന്നാത്തിന്റെ കേടാടാ? ഒന്ന് നിർത്തിക്കേ. നീ വന്നിട്ട് കൊറേ നേരമായോ? പോവല്ലേ? ഒരു ടൂട്ടോട്ടർ ബസ് കിട്ടോ? രാത്രി ഹെഡ്സെറ്റ് ഓടിപ്പോയി. ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങിക്കാനാ. ഇയാളൊന്നും അമർന്നു. അമ്മച്ചി, ഈ സീരിയല് കാണുന്നതിനിടയ്ക്ക് കുറച്ചൊക്കെ സിനിമയും കാണണം അമ്മച്ചി. അമ്മച്ചി രാക്ഷസം കണ്ടിട്ടുണ്ടോ? ഒരു തമിഴ് സിനിമയാണ്. ഈ ആളുകളെയൊക്കെ കൂട്ടമായി കൊല്ലുന്ന സീരിയൽ കില്ലേഴ്സ് ഇല്ലേ, അവരൊക്കെ നല്ല കുടുംബത്തിൽ പിറന്നവരാണ് അമ്മച്ചി. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാതെ ബോറടിക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടി കൊല്ലുന്നതാ. നല്ല വിദ്യാഭ്യാസവും ബുദ്ധിയൊക്കെ ഉണ്ടെന്നേ. പിന്നെ ഇവർക്കൊക്കെ മ്യൂസിക് എന്തെങ്കിലും ബന്ധവും കാണും. നീ എന്നതാ ഈ പറയുന്നേ? നമ്മുടെ എമ്മയുടെ കീബോർഡ് വായനയും രാത്രി മുറ്റത്തിറങ്ങിയുള്ള നടത്തവും ഇത്തിരി കൂടുന്നില്ലേ എന്നൊരു. ദേ, എന്റെ കൊച്ചിനെ പറ്റി ഇല്ലാത്തനം പറഞ്ഞ ഉണ്ടല്ലോ. അമ്മച്ചി, ആ ചുറ്റിക എവിടെ വെച്ചേ? അല്ല, നിനക്ക് എന്തിനാ ഇപ്പൊ ചുറ്റിക? ആ ഹാളിലെ ക്ലോക്ക് ഇല്ലയോ, അത് വീടാറായി കിടക്കുക, ഒന്ന് പിടിപ്പിക്കണം. അമ്മച്ചി, കൊച്ചുമോള് ഹാളിൽ ഇരിപ്പുണ്ട്, അവള് നോക്കിക്കോളും. എന്തേ എബി അകത്തുണ്ടോ അതോ പുറത്തു പോയോ? കഴിഞ്ഞ 3-4 വർഷത്തിനിടയില് എപ്പോഴെങ്കിലും എബി ചാച്ചൻ ഒറ്റയ്ക്ക് പുറത്തു പോയി കണ്ടിട്ടുണ്ടോ? അല്ലേലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുന്നതാ നല്ലത്. പുറത്തൊക്കെ എന്തോ ഒരു അപകടങ്ങളാണ് നടക്കുന്നത്. അപകടം വരാൻ നമ്മൾ പുറത്തേക്ക് പോകണമെന്നില്ലല്ലോ, അകത്തേക്കായാലും അപകടം വരാലോ. എബി മാറി വെച്ചേ, ഞാൻ വന്നോ. ചേട്ടന് നല്ല കൃത്യനിഷ്ഠതയാണല്ലേ? ചെറുപ്പം മുതലുള്ള അച്ചടക്കവും ചിട്ടേ, പിന്നെ കുറച്ച് ഏകാഗ്രത. അല്ല അതന്നെ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നും കൃത്യം ഉണ്ണാൻ നേരമാകുമ്പം കറക്റ്റ് വരുന്നുണ്ടല്ലോ, അതെങ്ങനെയാ? കൊച്ചുവായി വലിയ വർത്താനം പറയാതടി. ഓ, വറുത്ത മീൻ കുറച്ചേ ഉള്ളു മോനെ. അല്ലേലും എനിക്ക് മകരവ്രതം അമ്മച്ചി വെച്ചോൺലി. പിന്നെ എന്നാ ഉണ്ട് ചേച്ചിയെ ഫിലാഡൽഫിയയിൽ അരിസോണയിലൊക്കെ വാർത്തകൾ? ചേച്ചിയെ കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന ഫീലാ. ഓ, എന്നാ പറയാനാടാ, ഈ നാട്ടിലെ പൊടിയും പൊല്യൂഷനും ആകെ മടുത്തു. നിനക്ക് തോരൻ വേണ്ടേ? ശരിയാ ചേച്ചി, വല്ല അമേരിക്കയിലും ജനിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ ഈ തോരനും അവിയലും ചോറും കൂടെ കൂട്ടിക്കുഴച്ച് തിന്നേണ്ടി വരുമായിരുന്നു. എൻ്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ, ആ റേഷൻ കടയിൽ ഇരുന്ന സമയത്ത് വല്ല അമേരിക്കയിൽ പോയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പോൾ അമേരിക്ക ചോപ്സ് ചെയ്ത് നടന്നേനെ.
ആരും തിന്നാണ് ആണ്ട് 100 ആയിസാ ഇപ്പൊ പറഞ്ഞ നാക്ക് വായിലോട്ട് ഇട്ടേ ഉള്ളൂ. ഹലോ, ലോഡറൊക്കെയാണ് ഞാനും. ആഹാ, മേടിച്ചോ, പറമ്പ് മുഴുവൻ കൊണ്ട് പിടിപ്പിച്ചോ. എന്നാടാ? അച്ഛനെ എന്നെ തോപ്പിക്കാൻ വാഴവിത്ത് മേടിച്ച് പറമ്പ് മുഴുവൻ നിറക്കി വന്നു. ലോഡറക്കഞ്ഞല്ലേ എൻ്റെ പട്ടിയല്ലേ. അച്ഛനെ കുറ്റം പറയാൻ ഒക്കുവോ? നിങ്ങൾ പിള്ളേർ ഇക്കാലത്ത് ജോലിക്ക് പോകാതിരുന്നാൽ എങ്ങനാ? അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാ. അതാ ഞാൻ പറഞ്ഞേ, അമ്മച്ചിക്ക് ഇപ്പോ അമ്മച്ചി എന്തോ വർത്താനമാ പറഞ്ഞത്. അമ്മച്ചിയാ പറഞ്ഞത് ഇവനെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതൊട്ടും ശരിയായില്ല. പറയുന്നുണ്ടോന്നും വിചാരിക്കരുത്, ഭയങ്കര മോശമായി. ഇതിന്റെ പ്രതിഷേധമായിട്ട് ഞാൻ എൻ്റെ കഴിപ്പ് ഇവിടെ വെച്ച് നിർത്തുന്നില്ല. അല്ലെങ്കിലും ഭക്ഷണത്തോട് നമ്മൾ വാശിയൊന്നും പാടില്ല. പിന്നെ ഇവന്റെ കാര്യം, IIM അഹമ്മദാബാദിൽ നിന്ന് MBA കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലിയും കളഞ്ഞ് കുറ്റിയും പറിച്ചിങ്ങനെ പോകുന്നത്. സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വീടും പറമ്പും സെക്യൂരിറ്റി വെച്ചിട്ടാണേലും ലോൺ എടുത്തിട്ട് ഇവനെ പഠിപ്പിക്കണം. പഠിച്ചിറങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല, അതുറപ്പാണ്. അല്ല കുട്ടച്ച, ഇത് കുടുംബസ്വത്തൊന്നുമല്ലോ. റോബിയും കൂടെ അങ്ങ് അമേരിക്ക കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ലോണിന് സെക്യൂരിറ്റി വെക്കുന്നതിൽ ഒരു ശരികേടില്ലേ? ഇച്ചിരി ചോറും കേട്ടെ. ഇനി ലോകത്ത് എവിടെയായാലും യാഥാസ്ഥിതിക രീതിയിലുള്ള ജോലികൾ അധികം ഉണ്ടാവില്ല. മാനവരാശിയുടെ ചരിത്രം തന്നെ അങ്ങനെയാണ്. നിങ്ങൾ നോക്കിക്കോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും നമ്മുടെ ജോലിയെല്ലാം ഏറ്റെടുക്കും. ഇപ്പോഴത്തെ സർവൈലൻസ് ക്യാപിറ്റലിസം ഒന്നും അറിയാത്തതിന്റെ അമ്മച്ചിയെ, അവൻ എന്നെ വാരിയതല്ലേ? അല്ലെങ്കിലും എനിക്ക് വ്രതമാ. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് പോപ്പുലേഷൻ. നിനക്കറിയോ, ഈ ക്വാർട്ടറിൽ നമ്മൾ ഒഫീഷ്യലി റിസഷനിലെത്തി. ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ കാര്യം പറയണ്ട, അതാണ് നമ്മളിൽ പൈസ ഇല്ലാത്തത്. ഇല്ലില്ല, ഭാര്യ രണ്ടാമത്തെ പ്രസവത്തിന് ആശുപത്രി കയറ്റിയേക്കുവാ. പോയപ്പോടാ സമയമില്ല. തിരക്കാ. ഹാപ്പി പ്രസവം. കഴിഞ്ഞ ആഴ്ച ഒരു 500 രൂപ ചോദിച്ചായിരുന്നു, അതിന്റെ പ്രസവന. ഹലോ, എന്താ ചേട്ടാ, 50 രൂപയല്ലേ? ഒരു പ്രശ്നമില്ല, തരാം, നാളെ തരാന്ന്. എന്താ ചേട്ടാ ഇത്? ഫോൺ വൈ. GDP ഗ്രോത്ത് അത്രയ്ക്കും മോശമൊന്നും അല്ലല്ലേ. നമ്മുടെ ദിവസം വരൂടാ. പെണ്ണ് കെട്ടിക്കാറായല്ലോ ചാക്കോച്ച. എന്നിട്ട് എന്റെ പഠിത്തം കഴിഞ്ഞില്ലേ? ഇന്നത്തോടെ തീരുന്നേ. നാളെ കൊല്ലപ്പരീക്ഷ. അത് കഴിഞ്ഞ് മറ്റന്നാൾ പള്ളിയിൽ വെച്ച് കെട്ട്. മറക്കാതെ വരണം കേട്ടോ. മട്ടൻ ബിരിയാണിയാണ് ഊണിന്. കുടുംബത്തിൽ എല്ലാവരും അറിയിച്ചേക്കണേ. ചൊറിയാൻ വന്നേക്കണ്. ഞാനേ പോസ്റ്റ് ഓഫീസിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ എനിക്ക് 23 വയസ്സാണ്. കഷ്ടപ്പാട് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യത്തിന് ചില്ലറ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇത്രയൊക്കെ പഠിപ്പിക്കാനും പറ്റി. നീ ഈ IIM മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലം നിന്നാ അവിടെ 10-30 ലക്ഷം രൂപ ഫീസായി വരില്ലേ? സ്വന്തം നിലയിൽ ബിസിനസ്സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ നല്ലത് തന്നെ. നിന്റെ ആഗ്രഹത്തിന് ആരും കുറ്റം പറയില്ല. പക്ഷെ നമ്മുടെ അവസ്ഥ കൂടി നോക്കണ്ടേ? എന്താ ഞാൻ പറഞ്ഞ് ശരിയല്ലേ? നീ എന്നാ ഒന്നും പറയാത്തത്? പപ്പയുടെ കയ്യിലുള്ള ഈ സോപ്പ് ഉണ്ടല്ലോ, $17 ബില്യൺ ആനുവൽ ടേൺ ഓവറാണ് നമ്മുടെ നാട്ടിൽ ഈ സോപ്പിൻ്റെ മാർക്കറ്റ്. തുടങ്ങിയപ്പോൾ ലക്ഷറി പ്രോഡക്റ്റ് ആയിരുന്ന സോപ്പിൻ്റെ ഡൊമസ്റ്റിക് പെനിട്രേഷൻ എന്ന് പറയുന്നത് 98%. എന്നാടി സമയമായോ? എന്നാ ഞാൻ വരുവാ. പപ്പ കൊച്ചുമോളാണേ, ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങുമോ? എടാ നീ പോവാന്നോ? തിരക്കൊണ്ട് പോപ്പാ, പള്ളി ചെന്ന് അച്ഛനെ കാണാൻ. എടാ നീ ഒന്നും പറഞ്ഞില്ല.
അതെ, ഈ 21st സെഞ്ച്വറിയിലില്ലേ അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ റോള് അത്ര ഡിഫെൻഡബിൾ അല്ല. പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ? ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ അച്ഛനെ എന്ത് അഡ്വൈസ് ചെയ്യാനാണെന്നാണ്. ഇനി ഓവർ ദ കൗണ്ടർ ട്രേഡ് വല്ലതും ആണോ? ആ ചിലപ്പോൾ ആയിരിക്കും. 1-2 IPO വരുന്നുണ്ട്, സംസാരിച്ച് നോക്കാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, അച്ഛൻ ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന് പള്ളിയുടെ വെഞ്ചരിപ്പിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടാനാണ്? ഇത് 21st സെഞ്ച്വറി ആയതുകൊണ്ടേ ആളുകളൊന്നും പള്ളിയിൽ വരുന്നില്ലല്ലോ, അതുകൊണ്ട് അച്ഛൻ ഫുൾ ഫ്രീ ആണ്. എപ്പോൾ നോക്കിയാലും കേൾക്കാം മറ്റേത് മുറിച്ചത്. അതെ, ഈ റിസ്കിൻ്റെ കാര്യം വല്ലതും അച്ഛൻ സൂചിപ്പിച്ചായിരുന്നോ? അല്ല, ഇനി റിസ്ക് എടുക്കാൻ റെഡി ആവുകയാണെങ്കിൽ 2-3 സ്മോൾ ക്യാപ്പ് കണ്ടു വെച്ചിട്ടുണ്ട്. കോപ്പ് അല്ല, ക്യാപ്പിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. ആ ക്യാപിറ്റൽ ഇവളെന്താ ഇവിടെ? ദാ ഇനി ചോദിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് ചോദിച്ചോ. അച്ഛനും അമ്മയൊക്കെ പിന്നെ ഇപ്പൊ ഇതൊന്നും ഇടിയില്ലേ? ദേ ഇത്രയും വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചോ ആയിക്കോ. പിന്നെ 8ാം ക്ലാസ്സിൽ ഫ്ലെയിംസ് നോക്കിയ കഥയൊന്നും ഇനി ഇങ്ങോട്ട് വിളമ്പരുത്, കേൾക്കാൻ ത്രാണിയില്ലാത്തോണ്ടാ. ഇതും കൂടെ കൂട്ടി 27ാമത്തെ പ്രാവശ്യം ഞാൻ ഈ ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ദുൽഖർ സൽമാനെ പോലെ എത്ര പയ്യന്മാരുണ്ട്. ദെൻ വൈ മീ? മണ്ണാങ്കട്ട. തൻ്റെ ഈ സൈക്കോളജിക്കൽ അഡാപ്റ്റേഷനും ഇൻടോക്സിക്കേറ്റിംഗ് ഇമോഷൻസും ഒക്കെ നമ്മളത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങ, മനുഷ്യന് മനസ്സിലാവും എന്തെങ്കിലും ഒന്ന് പറയാവോ? അപ്പം ഞാനീ പറയുന്ന ഒന്നും തനിക്ക് മനസ്സിലാവുന്നില്ലേ? അതിനെന്തെങ്കിലും പറഞ്ഞാലല്ലേ. അല്ല, വേറെ ഞാനിപ്പോൾ എന്നാ പറയണ? എബിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ആ ഡ്രീംസൊക്കെ നടന്നു കാണണം എന്നാണ് എൻ്റെ ഇഷ്ടം. എബിൻ്റെ തിരക്കുകളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തിരക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ടൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ. ഞാൻ പൊക്കോട്ടെ, പിന്നെ കാണാവേ.